മെഡിക്കൽ സയൻസിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് ഒക്ടോബർ 15 ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. കൈ കഴുകലിന്റെ പ്രാധാന്യം ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. കോവിഡ് പാൻഡമിക്കിന് ശേഷം അത് ഒന്നുകൂടി ഉറപ്പിക്കപ്പെട്ടു. അണുനശീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ കൈ കഴുകുന്നതെന്നും പല രോഗങ്ങളും അതിലൂടെ മാറുമെന്നും നമുക്കറിയാം. എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതിന് പ്രധാനമായും 5 സ്റ്റെപ്പുകളാണുള്ളത്. സാധാരണയായി നമ്മൾ കൈ കഴുകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇത് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണ കൈ കഴുകുമ്പോൾ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഹാൻഡ് വാഷ് എത്താത്ത പല സ്ഥലങ്ങളുമുണ്ട്. ഈ വെളുത്തു നിറത്തിൽ കാണുന്നവിടെ ഒന്നും ഹാൻഡ് വാഷ് എത്തിയിട്ടില്ല. ഇനി ശരിയായ രീതിയിൽ എങ്ങനെ കൈ കഴുകാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം കൈ വെള്ളം വെച്ച് കഴുകുക. ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം 2 കൈയുടെയും ഉള്ളം കൈകൾ നന്നായി കഴുകുക. അത് കഴിഞ്ഞ് പുറം ഭാഗം നന്നായി തേച്ച് കഴുകുക. ഇനി 2 കൈയുടെയും വിരലുകളുടെ ഇടകൾ നന്നായി തേച്ച് കഴുകുക. ഇനി 2 കൈകളും ഇന്റർലേസ് ചെയ്ത് നന്നായി തേച്ച് കഴുകുക. ഇനി വിരലുകളുടെ അറ്റങ്ങൾ 2 വിരലുകളുടെയും അറ്റങ്ങൾ കഴുകുക. അത് കഴിഞ്ഞ് തള്ളവിരൽ നന്നായി കഴുകുക. ഇനി 2 കൈയുടെയും റിസ്റ്റ് കൂടെ കഴുകുന്നതിലൂടെ കൈ കംപ്ലീറ്റ് ആയിട്ട് അണുവിമുക്തമായി ആക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ ഹാൻഡ് ഹൈജീൻ ശ്രദ്ധിക്കേണ്ട 5 സാഹചര്യങ്ങൾ കൂടെയുണ്ട്. ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ, എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ, പ്രൊസീജിയർ ചെയ്തതിനു ശേഷം, പേഷ്യന്റിനെ ടച്ച് ചെയ്തതിനു ശേഷം, പേഷ്യന്റിന്റെ സറൌണ്ടിങ്സ് ടച്ച് ചെയ്തതിനു ശേഷം. ഈ 5 സാഹചര്യങ്ങളിലും ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ വർഷത്തെ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ തീം എന്ന് പറയുന്നത് ക്ലീൻ ഹാൻഡ്സ് ആർ വിത്തിൻ റീച്ച്, അതായത് വൃത്തിയുള്ള കരങ്ങൾ എല്ലാവർക്കും നേടാവുന്ന ഒന്നാണ്. വെറും വെള്ളവും സോപ്പും മാത്രം ഉപയോഗിച്ച് പല രോഗങ്ങൾ, അതായത് വയർ സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രതിരോധം നേടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാൻഡ് വാഷിംഗ് അഥവാ കൈ കഴുകൽ ജീവിതത്തിന്റെ ഒരു ശീലമാക്കേണ്ടതാണ്. നന്ദി.